सीन आने के बाद आप यूट्यूब पर है ना ഇതെന്താണ് മഞ്ഞെറിയുന്ന മെഷീനാ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് റിയൽ കശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. -डिग्री ആണ്. ये है हमारा माजिद भाई. और यहाँ पे आप कश्मीर आए हो भाई, आपको दिल से वेलकम करता है. नाजिम भाई. हाँ और आपका नाम भाई? धीरज भाई. हाँ धीरज भाई. धीर वीर है वो है. नाजिम भाई, धीरज भाई. अभियान. हाँ. This one तमीम. वो दोनों कसिन से. नाजिम का हो गया मेरे जुबानी. ये तो हो गया. उसके बाद धीरज भाई. अभी मैं आपको बताऊंगा, ठीक है ना. अभियान नहीं, अभी बता. अभी एंड तमीम. यस तमीम इकबाल. पहला आज जो पहला दिन है वो सोनमर्ग की तरह है. क्योंकि सोनमर्ग इज वेरी गुड प्लेस इन अवर कश्मीर. സോ ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് ഭയ്യ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോകുന്ന ലൊക്കേഷനാണ് സോനമർഗ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് സോനമർഗ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് ഭയ്യ പറഞ്ഞത്. സോ വി ആർ ഗോയിങ് ടു സോനമർഗ്. നമ്മുടെ ശ്രീനഗറിൽ നിന്ന് 79 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് സോനാമർഗിൽ എത്താൻ വേണ്ടിയിട്ട്. ലൈഫിൽ ആദ്യമായിട്ടാണ് സ്നോഫോളും സ്നോയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ. പണ്ടെപ്പോഴോ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചതാണ് ഈ ഒരു യാത്ര. കാശ്മീർ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതാന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരേ പറയാനുള്ളൂ, സോനമർഗ്. പീക്ക് വിന്ററിൽ കാശ്മീർ വന്നു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഇതുപോലെ ഷെഡ് ചെയ്ത് ഇലകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ കാണുന്നത് കാശ്മീരിലെ ഒരു സ്കൂളാണ്. വിന്റർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ശ്രീനഗറിൽ നിന്ന് സോൻമർഗിലേക്കുള്ള ഈ ഒരു യാത്രയിൽ ഒരു 10-18 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഒക്കെ കാണാനായിട്ട് പറ്റും. ഗന്ദേർബാൽ എന്നാണ് ഈ ഒരു വാട്ടർഫോളിന്റെ പേര്. യാത്രയിൽ പലയിടങ്ങളിലായിട്ട് സിന്ധു നദിയുടെ റിവർ ക്രോസിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. ശ്രീനഗർ തൊട്ട് കാർഗിൽ വഴി ലേ വരെ നീണ്ടു കിടക്കുന്ന നാഷണൽ ഹൈവേ 1 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്ക ബൈക്ക് റൈഡേഴ്സും അതുപോലെ തന്നെ ട്രാവലേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന ഒരു വഴിയാണ് ഇത്. പക്ഷേ വിന്ററിൽ ഈ വഴി ലേ വരെ എത്തുക എന്നുള്ളത് സാധ്യമല്ല. എക്സ്ട്രീം വെതർ കണ്ടീഷനും അതുപോലെ തന്നെ ഹെവി സ്നോഫോളും ഒക്കെ കാരണം വിന്ററിൽ മിക്കവാറും ടൈമിലും ഈ ഒരു റൂട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഏർലി മോർണിംഗ് ഉണ്ടാവുന്ന കൊടും തണുപ്പ് കാരണം നമുക്ക് ആ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 10 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തത്. തലേ ദിവസം വാങ്ങിച്ചു വെച്ച ബ്രെഡും ജാമുമാണ് രാവിലെ കഴിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെയുള്ള ഒരു കടയിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ല അടിപൊളി ചോറും ദാലും ഒക്കെ ആയിരുന്നു നമ്മൾ അവിടുന്ന് കഴിച്ചത്. नहीं वो चमन का नजारा खुदाया लौटा दे कश्मीर दोबारा, लौटा दे कश्मीर दोबारा. ये देखो मഞ്ഞമല. ice, we are going to Sonamurg. Yes. Set. Enjoy yourself. Yeah, full vibe, full on, full power. Kashmir. നമ്മളിപ്പോൾ ഏകദേശം സോനമർഗ് എത്താറായിട്ടുണ്ട്. ദൂരേന്ന് മഞ്ഞിൽ മൂടി കിടക്കുന്ന ആ മൗണ്ടെയിൻസ് ഒക്കെ വിസിബിൾ ആയി തുടങ്ങി. പണ്ട് നോട്ട്ബുക്സിന്റെ കവർ പേജിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പിക്ചർ റിയൽ ആയിട്ട് ലൈവായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഹാപ്പിനെസ് ആണ് ഈ ഒരു വ്യൂ സമ്മാനിക്കുന്നത്. और भाई बताइए. हाँ जी. हाँ. यहाँ पे एक कहावत है कश्मीरी में. अच्छा. मुंबई का फैशन. हाँ. मुंबई का फैशन. हाँ. बीवी का मूड. बीवी का मूड. आपने जो सवाल किया था ना मुझे कि कश्मीर का मौसम कैसा रहता है. हाँ. मैं आपको बताना चाहता हूँ कि मुंबई का फैशन. हाँ. और बीवी का मूड. कश्मीर का मौसम कब बदलेगा ये पता नहीं. नाइस. तेरे संग मर जाना याद करेगी दुनिया, तेरा मेरा
इतना ब्यूटीफुल है कश्मीर. ഏതാ മൊത്തം ഐസ് എന്താ ഏതാ മൂട്? സോനാമാർഗിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സോന എന്ന് പറഞ്ഞ ഉറങ്ങുന്ന മീൻസ് ഉറങ്ങാൻ പറ്റുന്ന റോഡ്, അതാണ് ഭായി പറഞ്ഞത്. മനസ്സിലായ? മാർഗ് എന്ന് പറയുമ്പോ റോഡ് എന്നാ അതിന്റെ മീനിങ്. റോഡ് അല്ലെങ്കിൽ വഴി, വഴി വഴി. मर्ग हो गया रोड. आप प्रैक्टिकल देखिए कि ये जो आप सोनामर्ग देख रहे हो सोने की रोड जैसा है कि नहीं? पक्का है. സോൻമർഗിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ഒരു 5 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ദൂരെന്ന് കണ്ട ആ മഞ്ഞുമലകളുടെ ഇടയിലൂടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഐസൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴിയാണ്. यहाँ पे आप देखो बर्फ, और यहाँ पे कितना बर्फ का रेंज होता है, वो 20 फीट तक होता है. अच्छा 20 फीट तक? 20 फीट तक बर्फ रहता है. अभी तो मतलब स्टार्टिंग है, ठीक है ना? अभी तो स्टार्टिंग है. आने वाले टाइम में आप देखोगे मेरे ख्याल से फरवरी में, जनवरी में बहुत सारा बर्फ होगा. ये आप फोकस कीजिए, इस पेड़ के ऊपर भी बर्फ होते हैं. ദേ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ലേ വരെ പോകുന്ന ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്ന സീ ടണലാണ്. ഇപ്പം അത് ക്ലോസ്ഡ് ആണ്, കാര്യം ഹെവി സ്നോഫോൾ കാരണം. സോൻമർഗിൽ നമ്മൾ എത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വണ്ടിയിൽ അല്ലെങ്കിൽ ടാക്സിയിൽ നമുക്ക് ഇതിൻ്റെ ബേസ് വരെ പോകാനാവും. ബേസിലെത്തിയതിന് ശേഷം ഓരോ പോയിന്റ്സിലേക്കും നമ്മൾ യൂണിയൻ്റെ വണ്ടി ഹയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സ്നോ സ്കൂട്ടർ റൈഡും അതുപോലെ തന്നെ പോണി റൈഡും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരുപാട് പാക്കേജസ് യൂണിയൻ്റെ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരും. ഇനിഷ്യലി നല്ല രീതിയിൽ പോക്കറ്റ് കീറുന്ന രീതിയിലുള്ള റേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവർ നമുക്ക് പറഞ്ഞു തരിക. അപ്പം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ട് വേണം ഈ ഒരു ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പോകാനായിട്ട്. സോൻമർഗ് ശരിക്കും വേറൊരു ലോകം തന്നെയാണ്. കണ്ണെത്താ ദൂരത്തോളം വെള്ള കളറിൽ ഐസിൽ മൂടി കിടക്കുന്ന ഒരു ലോകം. मेरी भाईजान देखो. अभी भाई बर्फ देखा, ये देखो बर्फ देखा, स्नो. जन्नत अभी हाथों से उठाओगे. Oh my God. ചേട്ടാ മോനെ, ഏടാ മോനെ, അംബാനി വൈബ്. ഏടാ മോനെ, ചവിട്ടി ഇറങ്ങുന്നത് ഐസില്. എടാ ഇത് നോക്കടാ, ചവിട്ടി ഇറങ്ങുന്നത് ഐസില് നോക്കടാ മോനെടാ. സീന്. ठीक है जाके आ जाओ. ठीक है പോവാ. ബാർഗൈനിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പെർ ഹെഡ് 1000 റുപ്യ കുറച്ച് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ഏത്? अच्छा आने के बाद आप यूट्यूब पर है ना, जब आप നമ്മള് മഞ്ഞ് കളിക്കാൻ പോവല്ലേ. അങ്ങനെ യൂണിയന്റെ വണ്ടിയൊക്കെ ഹയർ ചെയ്തതിനു ശേഷം ഞങ്ങൾ സോൻമർഗ് കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോൻമർഗിന്റെ പ്രധാന അട്രാക്ഷൻ ആയിട്ടുള്ള താജിവാസ് ഗ്ലേഷ്യർ ഉൾപ്പെടെയുള്ള 5 മേജർ പോയിന്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. യേ ജവാനി ഹേ ദിവാനിയിലെ ബണ്ണിയും നൈനയും ട്രിപ്പ് വരുമ്പോഴുള്ള ആ സീക്വൻസസ് ഒക്കെ ഷൂട്ട് ചെയ്തത് സോൻമർഗിലാണ്. മാത്രമല്ല ഷാറുഖ് ഖാന്റെ ഡങ്കി മൂവി, സൽമാൻ ഖാന്റെ ബജ്രംഗി ഭായിജാൻ, ഈ പറഞ്ഞ ഒരുപാട് ബോളിവുഡ് മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാണ് സോൻമർഗ്. ഈ താഴ്വരയിൽ സ്പെൻഡ് ചെയ്ത ഓരോ മൊമെന്റ്സും ശരിക്കും ഹാർട്ടിനെ ഇങ്ങനെ ഫുൾഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് വാസ് സൂത്തനിങ് ദ ഇന്നർ സോൾ. ദേ ഈ കാണുന്നത് ഒരു ഫ്രോസൺ വാട്ടർഫോൾ ആണ്. മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫ്രീസായി പോയ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ये सिंधु नदी है. हाँ जून जुलाई में समर होता है ना, हाँ इधर तक पानी आएगा, पूरा भर जाता है. ഇത് സിന്ധു നദിയാണ്. അതെ, ഇപ്പൊ ഐസ് ഉരുകിയിട്ടുള്ള ജസ്റ്റ് ഐസ് ഉരുകിയിട്ടുള്ള വെള്ളം മാത്രമേ വരുന്നുള്ളൂ. സമ്മർ ആകുമ്പോഴത്തേക്ക് ഇതുവരെ വെള്ളം വരുന്നു പറയുന്നു. അത്രയും ഫുള്ളാവും ഈ നദി.
ഫ്രോസൺ വാട്ടർഫോളും പിന്നെ അതുപോലെ തന്നെ സിന്ധു റിവറിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഡ്രൈവർ ഞങ്ങളെ സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടിലേക്ക് കൊണ്ടുപോയി. എന്താ പറഞ്ഞേ? മറിച്ചേ അയ്യോ, ഇതെന്താ മഞ്ഞെറിയുന്ന മെഷീനാ? എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? സ്വർഗം. സോ ഹാപ്പി. എന്താ പറയണ്ടത്? മണ്ണിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ്. ഗൈസ്, ദിസ് ഇസ് റിയലി ഹെവൻ. ഇതുകൊണ്ടാണ് കശ്മീർ ഇസ് ദ ഹെവൻ ഓൺ എർത്ത് എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം അത് ഇതാണ് മക്കളെ. വൺസ് ഇൻ എ ലൈഫ് ടൈം യു മസ്റ്റ് കം ടു കാശ്മീർ, എക്സ്പ്ലോർ ഓൾ ദിസ്. അങ്ങനെ സ്നോ ഫൈറ്റും ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു സ്പോട്ടിലേക്ക് പോയി. ആൻഡ് ദിസ് വാസ് റിയലി മാജിക്കൽ. അങ്ങ് ദൂരെ മലയുടെ മുകളിൽ നിന്ന് ഐസ് ഉരുകി വെള്ളമായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കിടിലൻ ഗ്ലേഷ്യർ സ്ട്രീം. ഓക്കെ, ഇവിടം കൊണ്ടൊന്നും സോൻമർഗിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോൻമർഗിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ താജിവാസ് ഗ്ലേഷ്യർ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. താജിവാസ് ഗ്ലേഷ്യറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മളിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സോൻമർഗിൻ്റെ മാർക്കറ്റാണ്. വിൻ്ററിൽ ഈ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും. സമ്മറിലാണെങ്കിലോ നല്ല ഒത്തൻറ്റിക് കാശ്മീരി ഫുഡും അതുപോലെ തന്നെ കാശ്മീരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്ലേഷ്യറിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ താഴെ ബേസ്മെൻറ്റിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മറ്റു വഴികളെ ചൂസ് ചെയ്യേണ്ടി വരും. പോണി റൈഡും സ്നോ സ്കൂട്ടർ റൈഡും അതുപോലെ തന്നെ ബഗ്ഗി റൈഡും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതും അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രക്കിംഗ് ചെയ്തും ഗ്ലേഷ്യറിൻ്റെ മുകളിൽ എത്താനായിട്ട് പറ്റും. നമ്മൾ പോയ മറ്റു പോയിൻറ്റ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. കൊടും തണുപ്പാണ്, -°C. ഇതൊന്നും വകവയ്ക്കാതെ തങ്ങളുടെ വെക്കേഷൻ ആ മനോഹരമായ കാശ്മീർ താഴ്വരയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു. മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് സ്നോ സ്കൂട്ടർ ആയിരുന്നു.
1500 മുതൽ 1800 രൂപ വരെയാണ് ഞങ്ങൾക്ക് ആദ്യം ചാർജസ് പറഞ്ഞത്. കുറച്ച് നേരത്തെ ബാർഗൈനിങ്ങിന് ശേഷം അങ്ങനെ 700 രൂപയ്ക്ക് ഞങ്ങൾ സ്നോ സ്കൂട്ടർ ഹയർ ചെയ്തു. ഗ്ലേഷ്യറിന്റെ മുകളിലെത്തിയതിനു ശേഷം വുഡൻ സ്ലെഡിൽ താഴോട്ടേക്ക് ഒരു പോക്കങ്ങ് പോയി. എൻ്റെ മോനെ ഒരു രക്ഷയുണ്ടായിട്ടില്ല ആ ഒരു റൈഡ്. അങ്ങനെ വി ആർ ഇൻ കശ്മീർ. കശ്മീരിന്റെ സോനാമർഗിലാണ്. വെൻ ഡ്രീംസ് കം ട്രൂ. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ജസ്റ്റ് ഒറ്റ മൈൻഡിൽ വന്നതാണ്. ആൻഡ് ഇതാണ് പ്ലാനിങ് ഇല്ലാത്ത ട്രിപ്സ് എപ്പോഴും ഇങ്ങനെ മനോഹരമായിരിക്കും. സോ ബ്യൂട്ടിഫുൾ, സോ ഹാപ്പി. കശ്മീർ ഇസ് സോ 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 ബ്യൂട്ടിഫുൾ. എത്ര പറഞ്ഞാലും മതി വരില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കശ്മീർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം കശ്മീരിലെ ഷിക്കാര റൈഡും കശ്മീരി ഹരീസിയും ഒക്കെ ആയിട്ടുള്ള അടുത്ത വ്ളോഗിൽ വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഇറ്റ്സ് മീ ജിജോ സൈനിങ് ഓഫ്. ബൈ ബൈ.